So hi students, hope you're all doing well. So ഒരു പുതിയ ചാപ്റ്ററിലോട്ട് കിടക്കാം, സീക്വൻസ് ആൻഡ് സീരീസ്. 11th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ നമ്പർ 9 ആണ് സീക്വൻസ് ആൻഡ് സീരീസ്. മുന്നേ പഠിച്ച അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായിട്ട് വളരെയധികം റിലേഷൻ ഉള്ള ഒരു ചാപ്റ്ററാണ് സീക്വൻസ് ആൻഡ് സീരീസ്. ബട്ട് ചാപ്റ്ററിലോട്ട് കിടക്കുന്നതിന് മുന്നേ സീക്വൻസ് എന്താണ്, സീരീസ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ ലെറ്റ് സ്റ്റാർട്ട്. എന്താണ് സീക്വൻസ്? ഒരു ഉദാഹരണം വെച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബാങ്കിൽ കൊണ്ട് പൈസ ഇടുന്നു. ബാങ്കിൽ കൊണ്ട് യു ആർ ഡെപ്പോസിറ്റിംഗ് മണി ഇൻ ദ ബാങ്ക്. ഓക്കെ, ബാങ്കിൽ കുറച്ച് പൈസ നിക്ഷേപിക്കുന്നു. എങ്ങനെ? ജാനിൽ സ്റ്റാർട്ട് ചെയ്തു. ജാനിൽ നിങ്ങൾ എത്ര രൂപ ഇട്ടു? 100 രൂപ ഇട്ടു. ജാനിൽ എത്ര രൂപ ഇട്ടു? 100 രൂപ. ഫെബിലോ ഒരു 10 രൂപയും കൂടെ കൊണ്ടിട്ടു. മാർച്ചിൽ പിന്നെയും ഒരു 10 രൂപ. ആൻഡ് ദിസ് പ്രോസസ് കണ്ടിന്യൂസ്. ഓക്കെ, സോ ജാനിൽ നിങ്ങൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ 100 ആണ്. ആൻഡ് ഫെബിലെ നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 110 ആണ്. മാർച്ചിൽ നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് 120. സോ ഇവിടെ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. സോ എന്താണ് സീക്വൻസ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. സീക്വൻസ് ഈസ് ആൻ ഓർഡേർഡ് ലിസ്റ്റ് വിച്ച് ഫോളോ എ പെർട്ടിക്കുലർ പാറ്റേൺ. ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു ഓർഡർ ലിസ്റ്റ്. അപ്പോൾ ഇനിയും നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു എന്താണ് പാറ്റേൺ, എന്താണ് ഓർഡർ ലിസ്റ്റ്. അതിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഒരു എക്സാമ്പിളോടെ നോക്കാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ 500 രൂപയുണ്ട്. 10 രൂപ ഞാൻ ആർക്കെങ്കിലും കൊടുത്തു. പിന്നെയും ഞാൻ 10 രൂപ ആർക്കെങ്കിലും കൊടുത്തു. നെക്സ്റ്റ് മന്ത് പിന്നെയും ഞാൻ 10 രൂപ ആർക്കെങ്കിലും കൊടുത്തു. ഇതും ഒരു ഓർഡേർഡ് ലിസ്റ്റാണ്. ഇതും ഒരു ഓർഡേർഡ് ലിസ്റ്റാണ് വിച്ച് ഈസ് ഫോളോയിങ് എ പെർട്ടിക്കുലർ പാറ്റേൺ. സോ ഡെഫിനിഷനിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഓർഡർ മീൻസ് ഓർഡർ എന്താണെന്ന് പറയാം. ഓർഡേർഡ് എന്ന് പറയുന്നത് 2-3 വട്ടമുണ്ട് സാർ. ഓർഡേർഡ് എന്ന് പറയുന്നു. ഓർഡേർഡ് എന്താണെന്ന് വെച്ചാൽ അസെൻഡിങ്ങും ആവാം, ഡിസെൻഡിങ്ങും ആവാം. ഇൻക്രീസ് ചെയ്തും പോവാം, ഡിക്രീസ് ചെയ്തും പോവാം. അതാണ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സീക്വൻസ് ഈസ് ആൻ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഒബ്ജക്ട്സ്. സീക്വൻസ് ഈസ് ആൻ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഒബ്ജക്ട്സ്. അപ്പൊ സീക്വൻസിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഓർഡേർഡ് ലിസ്റ്റ് ആണ് സീക്വൻസ് എന്ന് പറയുമ്പോൾ. ഇറ്റ്സ് ആൻ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഒബ്ജക്ട്സ്. അതിൽ നമുക്കൊരു പെർട്ടിക്കുലർ പാറ്റേണും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ഓരോ മന്ത് കഴിയുന്തോറും 10 വെച്ച് കൂടിക്കൊണ്ടിരിക്കും. അതാണ് ആ പാറ്റേൺ. ആ പാറ്റേണെ നമ്മൾ സ്റ്റഡി ചെയ്യണം. ഇവിടെ എന്താണ് പാറ്റേൺ എന്ന് വെച്ചാൽ ഓരോ മന്ത് കഴിയുന്തോറും 10 രൂപ വെച്ച് കുറയുന്നു. സോ സീക്വൻസിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ തന്നത്. ഡെഫിനിഷൻ ഓഫ് സീക്വൻസ് ഇസ് ഇറ്റ്സ് ആൻ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഒബ്ജക്ട്സ്. ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെ എടുത്ത് അതിലൊരു പ്രത്യേകത ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ഇനി സീക്വൻസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സീക്വൻസിനെ വി ക്യാൻ ക്ലാസിഫൈ സീക്വൻസ് ഇൻറ്റു 2. എന്താണെന്ന് പറയാമോ ആർക്കെങ്കിലും? സീക്വൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2, ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ്. എന്താണ് ഫൈനൈറ്റ് സീക്വൻസ്? ഫൈനൈറ്റ് സീക്വൻസ് ഇൻ ദ സെൻസ് ആ ടേം തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഫൈനൈറ്റ് എന്താണ്? ഇറ്റ്സ് ഗോയിങ് ടു എൻഡ് സംവെയർ. 1 2 3 അവിടെ തീർന്നു. ദർ ഇസ് നോ ഫർദർ കണ്ടിന്യൂഷൻ. ആൻഡ് വാട്ട് ഈസ് ഇൻഫൈനൈറ്റ് ദെൻ? 1 2 3 and it goes on increasing or it repeats its pattern. Next 2 4 6 8 പൊയ്ക്കൊണ്ടേയിരിക്കുന്നു, നിൽക്കുന്നില്ല. ദിസ് ഇസ് ഇൻഫൈനൈറ്റ് ആൻഡ് ദിസ് ഇസ് ഫൈനൈറ്റ്. സീക്വൻസിന്റെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ കണ്ടത്. സീക്വൻസിന്റെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ കണ്ടത്. അപ്പൊ സീക്വൻസ് എന്താണ്? സീക്വൻസ് ഈസ് ആൻ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഒബ്ജക്ട്. ചുമ്മാ ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 10 12 13 20 27 അങ്ങനെ എഴുതിയാൽ അതെന്താകില്ല? ഒരു സീക്വൻസ് ആകില്ല. അതിനൊരു ഓർഡർ വേണം. ആ ഓർഡറും ഒരു പെർട്ടിക്കുലർ പാറ്റേണും മാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? സീക്വൻസ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സീക്വൻസിന്റെ അടുത്ത ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസിഫിക്കേഷൻ ടൈപ്പ് 2, ക്ലാസിഫിക്കേഷൻ ഓഫ് സീക്വൻസ്. എന്തിന്റെ ബേസിലാണ്? ഞാൻ കുറെ നേരം കൊണ്ട് പറയുന്നു പാറ്റേൺ. എന്താണ് പാറ്റേൺ? നമുക്ക് ഇപ്പോൾ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് സീക്വൻസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് പാറ്റേൺ. ശരി, ഫസ്റ്റ് വൺ എന്താണ്? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതും പരിചയമുള്ളതുമായ അരിത്തമെറ്റിക് സീക്വൻസ്. സെക്കൻഡ് വണ്ണോ ജിയോമെട്രിക് സീക്വൻസ്. തേർഡ് വൺ ഫിബൊനാച്ചി സീരീസ്. എന്താണ് ഫിബൊനാച്ചി സീരീസ് എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നത്. ഫിബൊനാച്ചി series. Okay, yes, Fibonacci series. ശരി, അരിത്തമെറ്റിക് സീക്വൻസ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സെറ്റ് ഓഫ് നമ്പേഴ്സ് എടുത്താൽ ഫോർ എക്സാമ്പിൾ 2 4 6 8 ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം എന്താണ്? വി ആർ ഹാവിങ് എ
കോൺസ്റ്റന്റ്. ഇവിടെ ഒരു കോൺസ്റ്റന്റ് മാറാതെ നിൽക്കുന്ന സാധനമുണ്ട്. എന്താണത്? ഡിഫറൻസ്. ഈ നമ്പേഴ്സിന്റെ ഡിഫറൻസ് ആണ് ഇവിടുത്തെ എന്തായിട്ട് നിൽക്കുന്നത്? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. എക്സാമ്പിളിലോട്ട് കിടക്കാം. എക്സാമ്പിൾ ആരുടെ എക്സാമ്പിൾ? അരിത്തമെറ്റിക് സീക്വൻസിന്റെ എക്സാമ്പിൾ. അരിത്തമെറ്റിക് സീക്വൻസിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കുന്നത്. അരിത്തമെറ്റിക് സീക്വൻസിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കുന്നത്. 2, 4, 6, 8. എന്താണ് ഇവിടെ മാറാൻ നിൽക്കുന്നത്? d is equal to 2. d means common difference. അടുത്തടുത്ത നമ്പേഴ്സിന്റെ ഡിഫറൻസ് അത് എത്ര? 2. 4ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 2. 8ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 2. അപ്പോൾ ഡിഫറൻസ് ആണ് കോൺസ്റ്റന്റ്. ആരിൽ? അരിത്തമെറ്റിക് സീക്വൻസിൽ. കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്? ഡിഫറൻസ്. കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് ഡിഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ജിയോമെട്രിക് സീക്വൻസ് എന്ന് നോക്കാം. വി ആർ സീയിങ് എക്സാമ്പിൾ ഫോർ ജിയോമെട്രിക് സീക്വൻസ്. ജിയോമെട്രിക് സീക്വൻസ്. ജിയോമെട്രിക് സീക്വൻസിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് ഡിവിഷൻ ആയിരിക്കും. ഡിവിഷൻ മനസ്സിലായില്ല സർ? ഡിവിഷൻ മീൻസ് തൊട്ട് മുന്നത്തെ ടേമിനെ തൊട്ട് പുറകിലത്തെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. തൊട്ട് മുന്നത്തെ ടേമിനെ തൊട്ട് പുറകിലത്തെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. എക്സാമ്പിളിലോട്ട് കിടക്കാം. ആരുടെ? ജിയോമെട്രിക് സീക്വൻസിന്റെ എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ ദിവസം 4 മാത്സ് പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത്തെ ദിവസം 8 പ്രോബ്ലം ആക്കിയത്. പിന്നത്തെ ദിവസം 16 ആക്കി. അടുത്ത വരുന്ന ദിവസം 32 പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞു. പിന്നെ 64. ഓക്കെ, തൊട്ട് മുന്നത്തെ ടേമിനെ തൊട്ട് പിറകിലത്തെ ടേം വെച്ച് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 2. തൊട്ട് മുന്നത്തെ 16നെ 8 വെച്ച് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 2. 64നെ 32 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2. ഈ പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകും. ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ജിയോമെട്രിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഡിവിഷൻ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ജിയോമെട്രിക് സീക്വൻസ്. അടുത്തതാണ് ഫിബൊനാച്ചി സീരീസ്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസും ജിയോമെട്രിക് സീക്വൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് ഫിബൊനാച്ചി സീക്വൻസിലോട്ട് പോവാം. ഫിബൊനാച്ചി സീക്വൻസ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ടേം കിട്ടണമെങ്കിൽ, മൂന്നാമത്തെ ടേം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ടേമിനെയും രണ്ടാമത്തെ ടേമിനെയും കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ആരെ കിട്ടും? മൂന്നാമത്തെ ടേം കിട്ടും. ആരുടെ എക്സാമ്പിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്? ഫിബൊനാച്ചി സീക്വൻസിന്റെ എക്സാമ്പിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ ടേം 0, രണ്ടാമത്തെ ടേം 1. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ടേം എന്തായിരിക്കും? ആദ്യത്തെ ടേം പ്ലസ് രണ്ടാമത്തെ ടേം. ആദ്യത്തെ ടേം പ്ലസ് രണ്ടാമത്തെ ടേം. ദാറ്റ് ഈസ് മൂന്നാമത്തെ ടേം എന്ന് പറയുമ്പോൾ 0 + 1 1. അടുത്ത ടേം എങ്ങനെ കിട്ടും? തൊട്ട് ഫ്രണ്ടിലുള്ള രണ്ട് ടേംസ് ആഡ് ചെയ്ത് 1 + 1 2. അടുത്ത ടേം എങ്ങനെ കിട്ടും? 2 + 1 എത്ര? 3. അടുത്ത ടേം എങ്ങനെ കിട്ടും? 3 + 1 എത്ര? 5. അടുത്ത ടേം എങ്ങനെ കിട്ടും? 5 + 3 8. അടുത്ത ടേമോ? 8 + 5 ദാറ്റ് ഈസ് 13. ദിസ് ഈസ് ഫിബൊനാച്ചി സീക്വൻസ്. അപ്പോൾ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിലെ എന്താണ് സീക്വൻസ് എന്നുള്ളത് നമ്മൾ ഏകദേശം കവറായി കഴിഞ്ഞിട്ടുണ്ട്. സീക്വൻസിനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഒരു ബാങ്കിൽ പൈസ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആദ്യത്തെ മാസം 100 ഇട്ടു. പിന്നെ ഓരോ കൺസിക്യൂട്ടീവ് മന്തിൽ നമ്മൾ 10 രൂപ വെച്ചിട്ടു. അപ്പോൾ ആദ്യത്തെ മാസത്തെ ടോട്ടൽ ഡെപ്പോസിറ്റ് 10, രണ്ടാമത്തെ മാസത്തെ ടോട്ടൽ ഡെപ്പോസിറ്റ് 110, മൂന്നാമത്തെ മാസത്തെ ടോട്ടൽ ഡെപ്പോസിറ്റ് 120. So here we are seeing a list of numbers which is following a particular order. തൊട്ട് താഴെ നമ്മൾ ഇത് ഒരു അസെൻഡിങ് ഓർഡറിൽ കണ്ടു. നെക്സ്റ്റ് വൺ ഓർഡർ മീൻസ് ദർ ആർ 2 kind of orders, അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. എങ്ങനെ വേണോ നമ്പേഴ്സിനെ കാണപ്പെടാം. സോ അതിനുശേഷം സീക്വൻസിന് നമ്മൾ ഡെഫിനിഷൻ കൊടുത്തു. ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഒബ്ജക്ട്സ്. ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? സീക്വൻസ് എന്ന് വിളിക്കുന്നത്. സീക്വൻസിന് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ടൈപ്പ് 1 ഓഫ് ദ ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ഫൈനൈറ്റ് സീക്വൻസ് ആൻഡ് ഇൻഫൈനൈറ്റ് സീക്വൻസ്. ഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ പോയി നിൽക്കുന്നു. ഇൻഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ ഫുൾ സ്റ്റോപ്പ്, ഇറ്റ് ഗോസ് ഓൺ ഇൻക്രീസിങ്, ഇറ്റ് ഗോസ് ഓൺ കൗണ്ടിങ്, ദാറ്റ് ഈസ് ഇൻഫൈനൈറ്റ് സീക്വൻസ്. അതിനുശേഷം സീക്വൻസിന്റെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിലോട്ട് പോകുന്നു. ബേസ്ഡ് ഓൺ ഇറ്റ്സ് പാറ്റേൺ. അതിന്റെ പാറ്റേൺ വെച്ച് എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു? അരിത്തമെറ്റിക് സീക്വൻസ്, ജിയോമെട്രിക് സീക്വൻസ് ആൻഡ് ഫിബൊനാച്ചി സീക്വൻസ്. ഈ ചാപ്റ്റർ ഏകദേശം റിവോൾവ് ചെയ്യുന്നത് ഈ 2 ടോപ്പിക്കിന്റെ ബേസിലായിരിക്കും ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമുക്കറിയാം, ലൈക്ക് 2, 4, 6, 8 and these numbers can be differentiated by how? There is a constant difference between these numbers. അടുത്തടുത്ത നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ we can see a common difference and that difference is 2. That difference is 2. ഒരു കോൺസ്റ്റന്റ് ഡിഫറൻസ് അവർക്ക് ഉണ്ടായിരിക്കും. ജിയോമെട്രിക് സീക്വൻസിലോ
ഡിയിൽ തന്നെ തുടങ്ങും, പക്ഷെ ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. ഡിവിഷൻ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? കോൺസ്റ്റന്റ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, സാറ് ക്ലാസ്സിൽ പ്രോബ്ലം തന്നു. ആദ്യത്തെ ക്ലാസ്സിൽ 4 ഹോംവർക്ക്, രണ്ടാമത്തെ ക്ലാസ്സിൽ 8, മൂന്നാമത്തെ ക്ലാസ്സിൽ 16, പിന്നെ ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇത് ആരെങ്കിലും ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ ജിയോമെട്രിക് സീക്വൻസ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് എ ജിയോമെട്രിക് സീക്വൻസ്. വൈ? ബിക്കോസ് രണ്ടാമത് കിടക്കുന്ന ടേമിനെ തൊട്ട് മുന്നത്തെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി ആർ ഗെറ്റിംഗ് എ കോൺസ്റ്റന്റ് 2. അത് ആ സീരീസ് ഫുള്ളി റിപ്പീറ്റ് ചെയ്ത് പോകും. അവിടെ എവിടെ ചെന്ന് നോക്കിയാലും അതിന്റെ ആൻസർ എന്തായിരിക്കും? 2 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇത് രണ്ടും എടുത്ത് നോക്കിയാലും 2, ഇത് രണ്ടും എടുത്ത് നോക്കിയാലും 2, ഇത് രണ്ടും എടുത്ത് നോക്കിയാലും 2 ആയിരിക്കും. അതാണ് ജിയോമെട്രിക് സീക്വൻസ് വേർ ദ ഡിവിഷൻ ഈസ് എ കോൺസ്റ്റന്റ്. എന്താണ് ഫിബൊനാച്ചി സീരീസ്? ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുമ്പോൾ സർ ഫിബൊനാച്ചി സീരീസ് സിമ്പിൾ ആയിട്ട് പറയാം. ലൈക്ക് 0, 1 ആൻഡ് 0 + 1 1, 1 + 1 2, 2 + 1 3. ദിസ് ഈസ് ഫിബൊനാച്ചി സീരീസ്. തൊട്ട് മുന്നേ കിടക്കുന്ന ടേമും ആ ടേമോട് ആഡ് ചെയ്ത് പോകുന്നതാണ് ഫിബൊനാച്ചി സീരീസ്. അപ്പോൾ ഇത്രയും ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ടതാണ്. സോ എല്ലാവർക്കും സീക്വൻസ് എന്താണെന്നുള്ള ബേസിക് ഐഡിയ കിട്ടിക്കാണും. ഇനി നമുക്ക് എക്സസൈസ് 9.1 ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. എക്സസൈസ് 9.1 വളരെ സിമ്പിളായ എക്സസൈസ് ആയതുകൊണ്ട് തന്നെ ഓഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യും. ഈവൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ശ്രമിക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്. സോ ഡൗട്ടൊന്നും വരേണ്ട ഒരു ആവശ്യവും ഇല്ലാത്തൊരു എക്സസൈസ് ആണ് 9.1. കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള എക്സസൈസിലോട്ട് പോകുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 9.1 ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. റൈറ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ സീക്വൻസ്. ഈ തന്നിരിക്കുന്ന സീക്വൻസിന്റെ ആദ്യത്തെ 5 ടേം എഴുതാനാണ് അവർ പറയുന്നത്. സോ ഫസ്റ്റ് ടേം എന്തായിരിക്കും? ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം വിൽ ബി A1. A1 എന്ന് പറയുമ്പോൾ എന്റെ സ്ഥാനത്തെല്ലാം നമ്മൾ എന്ത് കൊടുത്താൽ മതി? 1 കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ A1 എന്ത് വരും? A1 ഈസ് ഈക്വൽ ടു 2 + 1 3. ഫസ്റ്റ് ടേം എന്തായിരിക്കും? 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ A2 എന്തായിരിക്കും? എന്റെ സ്ഥാനത്തെല്ലാം 2 കൊടുക്കുന്നു. 2 + 2 ദാറ്റ് ഈസ് A2 എന്ന് വെച്ചാൽ എന്നിന്റെ സ്ഥാനത്തെല്ലാം നമ്മൾ എന്ത് കൊടുക്കുന്നു? 2 കൊടുക്കുന്നു. ദാറ്റ് ഈസ് A2 എത്ര വരും? എന്നിന്റെ സ്ഥാനത്തെല്ലാം നമ്മൾ എത്ര കൊടുത്താൽ മതി? എന്നിന്റെ സ്ഥാനത്തെല്ലാം 2 ഇതും 2 ദാറ്റ് ഈസ് 2 + 2 4 4 × 2 8. A2 എന്നുള്ളത് 8 ആയിരിക്കും. അങ്ങനെ നമുക്ക് A3 കാണാം. A3 എത്ര വരും? A3 എന്ന് പറയുമ്പോൾ എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ എത്ര കൊടുക്കും? 3 + 2 5 5 × 3 15. A3 എന്ന് പറയുമ്പോൾ 15 വരും. A4 നാലാമത്തെ ടേം എന്ന് പറയുമ്പോൾ എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ എത്ര കൊടുക്കും? 4 4 + 2 is 6 6 + 4 is 24. A5 എങ്ങനെ കാണാം? A5 ഈസ് ഈക്വൽ ടു എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ എത്ര കൊടുക്കും? 5 + 2 5 + 2 is 7 7 × 5 is 35. 5 ടേംസ് നമ്മൾ കണ്ടു. ലിസ്റ്റ് ചെയ്ത് എഴുതുക. ടേംസ് ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് 3 8 15 24 35. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. സെക്കൻഡ് നിങ്ങൾ ചെയ്യും. തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇതുപോലെ റൈറ്റ് 5 ടേംസ്. ആ സീക്വൻസ് എന്താണെന്ന് വെച്ചാൽ an ഈസ് ഈക്വൽ ടു 2n. അപ്പൊ ഫസ്റ്റ് കിട്ടാൻ വേണ്ടി എന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? 1 കൊടുക്കുന്നു. സെക്കൻഡ് ടേം കിട്ടാൻ വേണ്ടി എന്നിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു? 2 കൊടുക്കുന്നു. 2² is 4. തേർഡ് കിട്ടാൻ വേണ്ടി എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ എത്ര കൊടുക്കുന്നു? 3 കൊടുക്കുന്നു. 2³ is 8. Goes on. A4 നിങ്ങൾക്ക് കാണാം. 2⁴ is 16. A5 2⁵ is 32. തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നമുക്ക് ട്രൈ ചെയ്യാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എങ്ങനെ ഇരിക്കും നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ത് ടേം തന്നിരിക്കും? an is equal to -1 the whole raised to n minus 1 5 raised to n plus 1. കുറച്ച് കൊള്ളാന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. -1 the whole raised to n minus 1 5 raised to n plus 1. ഓക്കെ, A1 കാണാൻ എന്ത് കൊടുക്കുന്നു? എന്റെ സ്ഥാനത്ത് ആ പ്രോസം കണ്ടിന്യൂ ചെയ്തായിരിക്കും. 1 minus 1 5 raised to 1 plus 1. That is anything raised to 0. Come on, anything raised to 0. Anything raised to 0 is 1. That is -1 the whole raised to 0 5 × 5². അപ്പോൾ എത്ര വരും? എനിത്തിങ് റേസ് ടു 0 is 1. പിന്നെ ബാക്കി ആരെയുള്ളൂ? 5². ദാറ്റ് ഈസ് 25 ആയിരിക്കും ഫസ്റ്റ് നമ്പർ. A1 കിട്ടി.
A2 കാണണം. നമുക്ക് A2 കാണണം. A2 കാണാൻ എന്താണ് ചെയ്യേണ്ടത്? അറിയാം നിങ്ങൾക്ക്. -1 the 2 raised to 1, 5 raised to 2 plus 1, that is -1 the whole raised to -1, 1, 5 raised to 3, that is 5 cube. 5 square is 25, 5 cube is 125, but don't forget -1 raised to 1 is minus, that is -125 ആയിരിക്കും A2. സിമിലർലി A3 നിങ്ങൾ കാണുന്നു, A4 നിങ്ങൾ കാണുന്നു, A5 നിങ്ങൾ കാണുന്നു. സിമ്പിളാണ്, നിങ്ങൾക്ക് ചെയ്യാം. ഏകദേശം ഞാൻ പറഞ്ഞു തന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. A3 കാണാൻ വേണ്ടി എൻ്റെ സ്ഥാനത്തെല്ലാം നിങ്ങൾ എന്തിട്ട് കൊടുക്കുക? 3 ഇട്ട് കൊടുക്കുക. ഇട്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ആൻസറുമായിട്ട് വെരിഫൈ ചെയ്ത് നോക്കുക, കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 5 ചെയ്ത് 6 നിങ്ങൾ ചെയ്യും. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 7ാമത്തത് പറയുന്നത് എന്ത് ടേം തന്നിട്ടുണ്ട്? an is equal to 4n minus 3. പക്ഷേ അവർക്കിവിടെ ആദ്യത്തെ 5 ടേം അല്ല വേണ്ടത്. അവർ വേണമെന്ന് പറയുന്നത് A17th ടേമും A34th ടേമുമാണ് അവർക്ക് വേണ്ടത്. A17th ടേമും A34th ടേം കുറച്ചുകൂടെ എളുപ്പമായിട്ടുണ്ട്. അപ്പൊ A17 ആണ് വേണ്ടതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എന്നിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? 17. സോ സിമ്പിൾ. എന്നിന്റെ സ്ഥാനത്ത് 17 into 4. 17 into 4 is 17 into 4 is 28, 68. 68 minus 3 എത്ര വരും? 65. 65 ആണ് 17th ടേം. A24th ടേം കാണാം. 24th ടേം എങ്ങനെ കാണാം? A24 എന്നിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? 24. that is 4 into 24 minus 3. 4 into 24 minus 3 ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 93 എന്നുള്ള ആൻസർ കിട്ടും. ഡൗട്ട് ഉണ്ടോ? 24 into 4 is എത്ര വരും? 24 into 4 6, 96. 96 3 പോയാൽ 93. That's it. 7 കഴിയും. അടുത്തത് 8 നിങ്ങൾ ചെയ്യും. 9th ക്വസ്റ്റ്യൻ നമുക്കിവിടെ നോക്കാം. 9th. അപ്പം ഇത് A17 A34 നമ്മൾ ചെയ്ത് കഴിഞ്ഞു. 9th ക്വസ്റ്റ്യൻ. 9th ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? എന്ത് ടേം തന്നിട്ടുണ്ട്? ദാറ്റ് ഈസ് an equal to -1 the whole raised to n minus 1 into n raised to 3. ഇതാണ് ക്വസ്റ്റ്യൻ. അവർക്ക് വേണ്ടത് സിമ്പിളാക്കി തന്നിട്ടുണ്ടല്ലോ, ഒറ്റ ടേം A9 എന്താണെന്ന് മാത്രം മതി. A9 വേണമെങ്കിൽ നമ്മൾ എന്ത് വേണം? A9 is equal to -1 the whole raised to 9 minus 1, 9 cube. എന്തായാലും -1 raised to 8 ഈവൻ ആണ്. അപ്പോൾ നെഗറ്റീവ് എന്തായാലും വരില്ല. 9 ക്യൂബ് എത്ര? 9 ക്യൂബ് ഈസ് വാട്ട് ഈസ് 9 ക്യൂബ്? 9 ക്യൂബ് ഈസ് 729. 9 ക്യൂബ് ഈസ് 729. കഴിഞ്ഞു. ഇനി 11th ക്വസ്റ്റ്യൻ. ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ ഓഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യും, ഈവൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വീട്ടിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യും. എനി ഡൗട്ട് മെൻഷൻ ഇറ്റ് ഇൻ ദ comment box. Okay, A1 is equal to 3. an is equal to 3an minus 1. കണ്ടീഷൻസ് പറയുന്നുണ്ട്. 3 minus 1 ഒരു +2 കൂടെ ഉണ്ട്. പിന്നെ അവർ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. for all n greater than 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. A1 അവർ തന്നിട്ടുണ്ട്. A1 is equal to 3 എന്ന് പറയുന്നുണ്ട്. എന്ത് ടേം എങ്ങനെ ഇരിക്കുമെന്നും അവർക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്ത് ടേം? 3an minus 1 plus 2. ഇതാണ് എന്ത് ടേം. അവർക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് 5 ടേംസ്. ക്വസ്റ്റ്യൻ വായിച്ചോളാം. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. ആദ്യത്തെ 5 ടേം ആണ് അവർക്ക് വേണ്ടത്. അതിൽ ഫസ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി തന്നിട്ടുണ്ട്. സെക്കൻഡ് ടേം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്നിന് എന്ത് വാല്യൂ തൊട്ടിട്ട് കൊടുത്താൽ മതി എന്ന് അവർ പറയും. n ഗ്രേറ്റർ ദാൻ 1. 1 ഇട്ട് കൊടുക്കാൻ, ഇതിൽ 1 ഇട്ട് കൊടുക്കാൻ നിങ്ങൾ നിൽക്കേണ്ട. 1ന് മുകളിലോട്ടുള്ള വാല്യൂ മാത്രം ഇട്ട് കൊടുത്ത് നോക്കിയാൽ മതി. കാരണം എന്നിന് 1 ഇട്ട് കൊടുക്കേണ്ടെന്ന് അവർ ഓൾറെഡി കണ്ടീഷൻസിൽ പറയുന്നുണ്ട്. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ എന്നിന് എന്ത് വാല്യൂ നിങ്ങൾ കൊടുത്ത് നോക്കിയാൽ മതി? 2 തൊട്ട് അങ്ങോട്ടുള്ള വാല്യൂ 2, 3, 4. ക്ലിയർ ആയല്ലോ? 2, 3, 4 ആ വാല്യൂസ് മാത്രം മാർക്ക് കൊടുത്താൽ മതി. വൈ? ബിക്കോസ് ഇറ്റ്സ് മെൻഷൻ ഹിയർ n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. ദാറ്റ്സ് വൈ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? A2 കാണാൻ വേണ്ടി 3a2 minus 1 plus 2. That is 3 into A2 minus 1. എത്ര വരും? 2a1 ഫസ്റ്റ് ടേം പ്ലസ് 2. That is
3 ഇൻറ്റു A1 എത്ര കിട്ടി? A1 നമുക്കറിയാം, A1 ഈസ് 3 പ്ലസ് 2, ദാറ്റ് ഈസ് 3 ഇൻറ്റു 3 ഈസ് 9, 9 പ്ലസ് 2 ഈസ് 11. സോ സിമ്പിൾ. കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി, സെക്കൻഡ് ടേം കിട്ടി. അടുത്ത് നമുക്ക് എന്താണ് വേണ്ടത്? തേർഡ് ടേം. A3 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു A3 മൈനസ് 1 plus 2. What is that? Is 3 into 3 minus 1 is A2 plus 2. A2 എത്ര കിട്ടി? That is 3 into 11 plus 2. That is 33 plus 2. That is 35. ഇതുപോലെ ഏതൊക്കെ കാണണം നിങ്ങൾ? A4ഉം കാണണം, A5ഉം കാണണം. മതി, A5 വരെ മതി. A5 വരെ അവർ കാണാൻ പറയുന്നുള്ളൂ. സോ ലെറ്റ് സി A5 എന്താണെന്ന് നോക്കാം. A4 നിങ്ങൾ സ്വന്തമായിട്ട് കാണും. A4 നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടിട്ട് ആൻസർ ചെക്ക് ചെയ്യും. A5 ഞാൻ ചെയ്തുതരാം. A4ന്റെ ആൻസർ ഉണ്ടെങ്കിൽ A5 ചെയ്യാൻ പറ്റും. അതുകൊണ്ട് A4 എത്ര കിട്ടുമെന്ന് വെച്ചാൽ A4 യു വിൽ ബി ഗെറ്റിംഗ് അറൌണ്ട് 107 ആണ് A4ന്റെ ആൻസർ. A5 എങ്ങനെ കാണും? A5 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു A raised to 5 minus 1 plus 2. That is 3 into 5 minus 1 is A4. A4th term plus 2. That is A4th term നമുക്ക് വേണം. That is 107 plus 2. That is 3. That is 21. 2, 3 plus 2. That is 323 is the answer. അപ്പോൾ ഫോർത്ത് ടേം കിട്ടി, ഫിഫ്ത്ത് ടേം കിട്ടി. ഫോർത്ത് വൺ നിങ്ങളാണ് കണ്ടുപിടിച്ചത്, ഫിഫ്ത്ത് വൺ ഞാൻ സോൾവ് ചെയ്ത് തന്നു. 11 കഴിഞ്ഞു. നെക്സ്റ്റ് വി ക്യാൻ സി ക്വസ്റ്റ്യൻ നമ്പർ 13. ഓഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും, ഈവൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യും. ഓക്കെ, A1 തന്നിട്ടുണ്ട്. 13th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. 13th ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് A1 ഈസ് ഈക്വൽ ടു A2 ഈസ് ഈക്വൽ ടു 2 പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ AN ഈസ് ഈക്വൽ ടു AN minus 1 minus 1 where n should be greater than 2 എന്ന് അവർ പറയുന്നുണ്ട്. 5 ടേംസ് ആണ് അവർക്ക് വേണ്ടത്. സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം അവർ തന്നിട്ടുണ്ട് 2, സെക്കൻഡ് ടേമും അവർ തന്നിട്ടുണ്ട് 2. A1ഉം A2ഉം എത്രയാണെന്ന് പറയുന്നുണ്ട്? 2 ആണെന്ന് പറയുന്നുണ്ട്. A1ഉം A2ഉം 2 ആണെന്ന് പറയുന്നിടത്തോളം നമ്മൾ ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? A3 കാണാൻ എന്തിട്ട് കൊടുക്കുക? 3 ഇട്ട് കൊടുക്കുക. 3 minus 1 minus 1 that is A2 minus 1. That is second term എന്താണ്? A2 2 minus 1 that is 1 ആണ് ഉത്തരം. നമുക്ക് എത്ര കിട്ടി? 1 എന്ന് ആൻസർ കിട്ടി. 1. ശരി, ഇനി നമ്മൾ എന്താണ് കാണേണ്ടത്? A4. Okay, let's see what is A4. A4 is equal to A4 minus 1 minus 1. എന്നിന് എന്ത് ഇട്ട് കൊടുത്താൽ മതി എന്ന് അവർ ഓൾറെഡി പറയുന്നുണ്ട്, ഗ്രേറ്റർ ദാൻ 2. അതാണ് ഞാനും ചെയ്തത്. എന്നിന് എന്താ ഇട്ട് കൊടുത്തോളൂ? 3. 1ഉം 2ഉം ഓൾറെഡി തന്നിട്ടുണ്ട്. സോ എന്നിന് അവർ പറയുന്നുണ്ട് n should be greater than 2. That means 3, 4, 5. These should be the values that we should be putting for n. നോക്കാം. A4 minus 1 എന്ത് കിട്ടി? A3. 3 minus 1. തേർഡ് ടേം എന്താണ്? തേർഡ് ടേം ഓക്കെ, 1 minus 1 നമുക്ക് എത്ര കിട്ടി? 0 കിട്ടി. ഒന്നുകൂടെ കണ്ടുപിടിച്ചാൽ മതി, കഴിയും. A5 is equal to A5 minus 1 minus 1 that is A4 minus 1 that is 0 minus 1 that is minus 1 കിട്ടി. നമ്മളെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമ്മളെല്ലാ 5 ടേംസും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ശരി, നമ്മൾ നോക്കുന്നതായിരിക്കും. 14th ക്വസ്റ്റ്യൻ ഈവൻ ആണെങ്കിൽ പോലും കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നിയുകൊണ്ട് 14th ക്വസ്റ്റ്യനോട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. 14th ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. ഫിബൊനാച്ചി സീക്വൻസ് ഈസ് ഡിഫൈൻഡ് ബൈ ഒരു ഫിബൊനാച്ചി സീക്വൻസ് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് പറയുന്നു. അവർ ഡിഫൈൻഡ് ബൈ അവർ പറയുന്നുണ്ട് ഫിബൊനാച്ചി സീക്വൻസ് ഈസ് ഡിഫൈൻഡ് ബൈ ഫസ്റ്റ് A1 ഈസ് ഈക്വൽ ടു A2 ഈസ് ഈക്വൽ ടു A1ഉം A2ഉം 1 ആണെന്നും ആൻഡ് AN ഈസ് ഈക്വൽ ടു AN minus 1 plus AN minus 2 where n should be greater than 2. Why n should be greater than 2 എന്ന് പറയാൻ കാരണം ഏതൊക്കെ ഇട്ട് കൊടുത്താൽ മതി? 3ഉം 4ഉം അങ്ങോട്ടുള്ള നമ്പേഴ്സ് ഇട്ട് കൊടുത്താൽ മതി. കാരണം A1ഉം കയ്യിലുണ്ട്, A2ഉം കയ്യിലുണ്ട്. അപ്പോൾ therefore അവർ കണ്ടീഷൻ പറഞ്ഞു നിങ്ങൾ A1ഉം A2ഉം കാണാൻ നിൽക്കേണ്ട, go for 3, 4, 5, 6 like that. ഓക്കെ, അപ്പോൾ A1 നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് A1 ഈസ് ഈക്വൽ ടു 1,
A2 എത്ര? A2 is equal to 1. Okay. We need A3. How to find A3? A3 is equal to ഇട്ട് കൊടുക്കുക. എന്ത് ടേം തന്നിട്ടുള്ളതുകൊണ്ട് A3യും A4ഉം എല്ലാം കണ്ടുപിടിക്കുക. A3 equal to A3 minus 1 A3 minus 1 plus A3 minus 2. Clear ആണല്ലോ? That is A3 minus 1 2 plus A1. A3 എന്ന് വെച്ചാൽ A2 plus A1. A2 എത്ര? 1. 1 plus 1 that is 2. A3 എന്നുള്ളത് എത്ര കിട്ടി? A3 എന്നുള്ളത് we got A3 is equal to 2. അതുപോലെ A4ഉം കാണുക. A4 is equal to A4 minus 1 is 3. 2. A3 എന്ന് വെച്ചാൽ അതാ ഇവിടെ ഇട്ട് കൊടുത്തു. 4 ഇവിടെ ഇട്ട് കൊടുത്തു. അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം എന്ത് വന്നു? ദാറ്റ് ഈസ് A3 എത്ര വന്നു? A3 ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു. 2 plus 1 that is 3. A4 എത്രയെന്ന് വന്നു? A4 is equal to 3. A5 കാണാം. A5 എത്ര വരും? A5 is equal to 5 minus 1 4 5 minus 2 3. A4 3. A3 എത്ര? 2 കൂടെ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് A5 is equal to 5. ഓക്കെ. A6 ഇവിടെ കാണാം. എൻ്റെ ഒരു ഇതിന് A6 ഇവിടെ കാണാം. ഉപയോഗം വരും. എന്തുകൊണ്ടെന്ന് പറയാം. A6 is equal to A5 plus A4. ദാറ്റ് ഈസ് A5 എത്ര വന്നു? 5. A4 എത്രയാ? 3. ദാറ്റ് ഈസ് 8. A6 ഇതാണോ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. ഫിബൊനാച്ചി സീക്വൻസ് ഇസ് ഡിഫൈൻഡ് ബൈ ഇതാണ് ആ ഫിബൊനാച്ചി സീക്വൻസ് എങ്കിൽ നമ്മുടെ അടുത്ത് എന്താണ് കാണാൻ പറയുന്നതെന്ന് വെച്ചാൽ ഫൈൻഡ് an plus 1 by an for n is equal to 1 2 3 4 5. എന്നിന് ഈ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്ത് ഈ റേഷ്യോ എന്ത് വരുമെന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളടുത്ത് പറയുന്നത്. എന്നിന് ഈ വാല്യൂസ് ഒക്കെ പുട്ട് ചെയ്തതിന് ശേഷം എന്ത് റേഷ്യോ വരും. സോ ഗോയിങ് ഫോർ വെൻ n is equal to നമുക്കെല്ലാം അറിയാം. വെൻ is equal to 1 എന്ത് സംഭവിക്കും? A1 plus 1 by A1 that is A2 by A1. എന്താണ് A2 by A1? A2 where is A2 is 1. What is A1? 1 by 1 that is 1. Next n is equal to when n is equal to 2. n is equal to 2 ഇവിടെ കൊടുത്ത് നോക്ക് n is equal to 2 കൊടുത്താൽ A3 by A2. what is A3 by A2? A3 എന്ന് വെച്ചാൽ എത്ര വരും? ഇവിടെ A3 is 2. 2 by A2 എത്ര? A2 is 1. 2 by 1 that is 2. and n is equal to 3. n is equal to 3 കൊടുത്താൽ A4 by A3 that is A4 എത്ര? 3. A4 is 3. what is A3 is 2. similarly when n is equal to 4 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? A5 by A4 A5 എത്ര? 5. what is A4 is 3. and the last one is when n is equal to 5 കൊടുത്താൽ A6 by A5 എത്ര കിട്ടും? A6 by A5 എത്ര കിട്ടും? A6 is 8. A5 is 5. Answers. So these are our answers. A2 by A1, A3 by A2. These are our answers. Thank you.